ബീഹാറിലേക്കാണ്. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള മത്സരചിത്രം തെളിയുമ്പോഴും മഹാസഖ്യത്തിലും NDAയിലും ഭിന്നത. മുന്നണിയുടെ മുഖ്യമന്ത്രി മുഖം ആര് എന്ന ചർച്ച NDAയ്ക്കുള്ളിൽ അസ്വസ്ഥത പടർത്തുകയാണ്. ഈ ചോദ്യത്തിൽ നൊഴിഞ്ഞു മാറുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ. एकदम नीतीश कुमार जी हमारे नेता हैं, उनके नेतृत्व में हम चुनाव लड़ रहे हैं और नीतीश कुमार जी हमारे नेता हैं। सीएम का फेस नीतीश कुमार जी ना। अब सीएम हमारे नेता हैं, वो नेतृत्व उन्हीं के नेतृत्व में हम चुनाव लड़ रहे हैं। राहुल गांधी का वोटर अधिकार यात्रा है, एनी चांस टू वो टायर पंचर, ट्यूब पंचर, उन्होंने पंचर में ही गाड़ी बहुत दूर चला दिया। वो SIR पूरा डिफ्यूज हो गया एंड नो वोटर्स, कोई वोटर ने क्लेम नहीं किया, किसी तरह का ऑब्जेक्शन नहीं किया और SIR पूरा टाइम फिस। പ്രതിസന്ധിയില്ലെന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും സൗഹൃദ മത്സരം എന്ന പേരിൽ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതാണ് മഹാസഖ്യത്തിലെ പ്രതിസന്ധി. ലഭിച്ച 6 സീറ്റിന് പുറമെ 3 മണ്ഡലത്തിൽ കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് CPI നിലപാട്. CPI का 7 नॉमिनेशन कल तक हो गया, 2 नॉमिनेशन कल होगा। टोटल 9 सीट है, 9 सीट है जिसमें कांग्रेस से भी दोस्ताना संघर्ष है। കോൺഗ്രസ് PCC അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ RJD സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. കോൺഗ്രസ് RJD മത്സരമുണ്ടാകില്ല എന്ന് PCC ട്രഷറർ ജിതേന്ദ്ര ഗുപ്ത 24നോട് പ്രതികരിച്ചു. I think within 2-3 days RJD will get back his nomination, no problem. Our Gathbandhan is entitled, no problem, ma'am. We are strongly fighting the election against BJP and JDU government. So this is election. Everybody want ticket. In every party some problem. അതിനിടെ 143 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക കൂടി RJD പ്രഖ്യാപിച്ചു. അല്പസമയം മുൻപ് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. വിനീത VG വിശദാംശങ്ങളുമായി പറ്റ്നയിൽ നിന്ന് തത്സമയം. വിനീത, പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുന്ന സമയത്തും കടുത്ത ഭിന്നത, ആശയക്കുഴപ്പം, അതിന്റെ വാർത്തകളൊക്കെയാണോ വന്നുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് RJDയും കോൺഗ്രസും ഇപ്പോൾ CPIയും പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്നുള്ളത് മഹാസഖ്യത്തെ സംബന്ധിച്ച് എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ്? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒന്നിച്ചുള്ള മത്സരം തന്നെയാണ് മഹാസഖ്യത്തെ വലിയ രീതിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തുന്നത്. കോൺഗ്രസ് അത് സൗഹൃദ മത്സരം എന്നൊക്കെ പറയുമ്പോഴും ഇടതു പാർട്ടികളെ സംബന്ധിച്ച് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സൗഹൃദ മത്സരം മഹാസഖ്യത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് ഇടതു നേതാക്കൾ ആകമാനം പറയുന്നത്. ഒപ്പം തന്നെ RJD ഈ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നൊരു ആവശ്യം കൂടി കോൺഗ്രസും നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാണെങ്കിലും ഇപ്പോൾ RJDയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 143 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് രഘുനാഥ്പൂരിൽ നിന്ന് ഒസാമ ഷഹബാണ് സ്ഥാനാർത്ഥി. ഒസാമ ഷഹബ് ഷഹാബുദ്ദീന്റെ ഗുണ്ടാത്തലവനായ ഷഹാബുദ്ദീന്റെ മകനാണ്. നേരത്തെ തന്നെ ഒസാമ ഷഹബിന് ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് BJP NDA ക്യാമ്പുകളടക്കം വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗുണ്ടാ സംഘങ്ങളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് RJD സ്വീകരിക്കുന്നതെന്നും അതുകൊണ്ടാണ് ഈ ഗുണ്ടാത്തലവൻ ഷഹബുദ്ദീന്റെ മകന് ഒസാമ ഷഹബിന് സ്ഥാനാർത്ഥിത്വം നൽകിയതെന്നൊക്കെ വലിയ രീതിയിൽ ആരോപണങ്ങൾ BJP മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. NDA ക്യാമ്പുകൾ അത്തരത്തിലേക്കുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏറെക്കുറെ ഇപ്പോൾ ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോഴും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രഘുനാഥ്പൂരിൽ നിന്ന് ഒസാമ ഷഹബ് തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ 143 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ 24 വനിതകളുണ്ട്. 24 മണ്ഡലങ്ങളിൽ വനിതകൾ കൂടി മത്സരിക്കുകയാണ്. രാഘോപൂരിൽ നിന്ന് തന്നെയാണ് തേജസ്വി യാദവ് മത്സരിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടെ ഈ ഒന്നിച്ചുള്ള മത്സരം ഈ സഖ്യത്തെ ഗുണം ചെയ്യില്ലെന്നൊരു നിലപാടിൽ തന്നെയാണ് നേതാക്കളൊക്കെ തന്നെ ഉള്ളത്. അത് ബച്ച്വാര, CPIയെ സംബന്ധിച്ചിടത്തോളം CPIയുടെ കോട്ടയാണ് ബച്ച്വാര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബച്ച്വാരയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നൊരു ആവശ്യം CPI മുന്നോട്ട് വെച്ചിട്ടുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി രാം നരേഷ് പാണ്ഡെയുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതും അങ്ങനെ തന്നെയാണ്. 9 സീറ്റുകളിൽ ഞങ്ങൾ മത്സരിക്കുന്നു,
മത്സരിക്കുന്നുണ്ട്. അതിൽ 3 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അവിടെ സൗഹൃദ മത്സരം എന്ന നിലയിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ 70 സീറ്റുകളാണ് ആവശ്യപ്പെട്ടതെന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും വ്യക്തമാക്കുകയാണ്. പക്ഷേ 62 സീറ്റുകൾ വരെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് കുടുംബ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അവിടെ നിന്ന് RJD സ്ഥാനാർത്ഥിയെ പിൻവലിച്ചേക്കും, നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചേക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ട് എന്നൊക്കെ ഇന്നലെ കോൺഗ്രസ് നേതൃത്വവും പറഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പട്ടികയിൽ ഈ കുടുംബ മണ്ഡലത്തിൽ RJD സ്ഥാനാർത്ഥി നിലവിൽ ഇല്ല. ഇനി കൂടുതൽ സ്ഥിരീകരണങ്ങൾ അക്കാര്യങ്ങളിൽ കൂടി വരേണ്ടതായിട്ടുണ്ട്. ഏതാണെങ്കിലും ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, ഇന്ന് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിനം കൂടിയാണ്. മഹാസഖ്യത്തിൽ നിലനിൽക്കുകയാണ് വിനീത. നമ്മൾ ഇന്ന് രാവിലെ BJP സംസ്ഥാന അധ്യക്ഷനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം നിതീഷ് കുമാർ എന്നുള്ളത് നേതാവാണ് എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുഖമാകും എന്നൊന്നും പറയുന്നില്ല എന്നത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്കറിയാൻ കഴിയുന്ന ചിരാഗ് പാസ്വാൻ ഇക്കാര്യത്തിൽ അദ്ദേഹമാകും മുഖ്യമന്ത്രി എന്ന പരാമർശം നടത്തുന്നുണ്ട് എന്നൊക്കെയാണ്. ഏതായാലും ഇതിലും BJPക്കുള്ളിൽ, അതായത് NDAക്കുള്ളിലൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ വിഷയത്തിൽ. നേതൃതല തർക്കം അവിടെയും രൂക്ഷമാണ്. തീർച്ചയായും അനുജ, NDA ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേരിടുന്ന ഒരു വലിയ പ്രശ്നം അതുതന്നെയാണ്. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് തെരഞ്ഞെടുക്കുന്ന MLA-മാർ ചേർന്ന് മുഖ്യമന്ത്രിയെ പിന്നീട് തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ അതേസമയം JDU ക്യാമ്പുകൾ വലിയ ആത്മവിശ്വാസത്തോടെ പറയുന്നു NDA വിജയിക്കും, NDA വിജയിച്ചാൽ നിതീഷ് കുമാർ തന്നെ വീണ്ടും ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകുന്ന തരത്തിലുള്ള പ്രചരണം അവർ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് പിന്നീട് ഈ തെരഞ്ഞെടുക്കുന്ന ആളുകളായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നൊരു പരാമർശം അമിത്ഷാ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും ആ പരാമർശത്തോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാളിന്റെയും പ്രതികരണം. നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, നിതീഷ് കുമാർ തന്നെയാണോ NDAയുടെ മുഖ്യമന്ത്രി മുഖമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അതിൽ കൃത്യമായൊരു മറുപടി അദ്ദേഹം നൽകിയിരുന്നില്ല. പകരം NDAയുടെ നേതാവ് അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് NDA തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നായിരുന്നു ദിലീപ് ജയ്സ്വാളിന്റെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.